ഹലോ ഗായ്സ്, അപ്പം നമുക്കിന്ന് ഒരു സൺഡേ ഡേ ഔട്ട് കണ്ടാലോ? ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് ഒരു ഡിസൈനർ ബൊട്ടീക്കിലേക്കാട്ടോ. എനിക്ക് പിന്നെ ഭയങ്കര കഴിവായതുകൊണ്ട് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഉദ്ദേശിക്കുന്നതല്ല അവരുദ്ദേശിച്ചതെന്ന്. അങ്ങനെ നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ സംസാരിക്കുന്ന പോലെ തോന്നും, പക്ഷേ എനിക്കൊന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ. ഞാൻ വെറുതെ ചുമ്മാ പിന്നെ രണ്ടെണ്ണത്തിന് കൂടെ കൂട്ടിയതാണെങ്കിലോ അവരവരെ സംസാരമായിട്ട് നടക്കുക. അങ്ങനെ മെഷർമെൻ്റ് ഒക്കെ എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടുത്തെ ചേച്ചിമാരെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. ഈ ജയിച്ച ആളെ പോലെ ചിരിച്ചു വരുന്ന എൻ്റെ അനിയത്തിയില്ലേ, അവൾ ഫുൾ മണ്ടത്തരം ചെയ്തിട്ടാണ് അങ്ങോട്ട് വരുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. എന്ത് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവരെ ഫേസിലേക്ക് നോക്കണേ. എൻ്റെ പടച്ചോനെ, ഇവരൊക്കെ എന്നെ തിന്നൂന്ന് വരെ തോന്നിപ്പോയി. നോക്കുമ്പോൾ എന്താ സമയം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആവാനായി, ഭക്ഷണം ഒന്നും കൊടുത്തിട്ടില്ലേ. അങ്ങനെ എല്ലാത്തിനും വലിച്ചു കൊണ്ടുപോയി നേരെ അവിടെ കൊണ്ടുപോയിട്ടു. നമ്മളൊരു അണിയൽഫോം പറഞ്ഞ അപ്പുറത്തോനും കളിയാക്കി ഇരിക്കുമ്പോഴാണ് വെയിറ്റായിട്ട് വന്നിട്ടേ അപ്പത്തേക്ക് ഫുഡ് കൊടുക്കുന്നത്. എൻ്റെ അമ്മേ, ആ ഒരു ടൈം ഉണ്ടല്ലോ നമുക്ക് കണ്ട് കയ്യിൽ നിന്ന് പോകും. അങ്ങനെ വെയിറ്റർ നമ്മുടെ ഫുഡായിട്ട് വന്നു. മന്തിന്റെ കൂടെ മയണൈസ്, അത് നമുക്ക് ആലോചിക്കാം. എന്നാൽ മന്തിന്റെ കൂടെ ടൊമാറ്റോ സോസ്, അത് വല്ലാത്തൊരു കോമ്പിനേഷൻ അല്ലേ. വെയിറ്റ് ടൊമാറ്റോ സോസ് എന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കലിപ്പിലായിരുന്നു കേട്ടോ വൈഷ്ണവ്. പിന്നെ 1-2 വർഷം വിളിച്ച അയാളെ വരുത്തി നമ്മൾ സാധനം എത്തിച്ചിട്ടോ. പിന്നെ നമ്മളെ കോഴിക്കോട്ടുകാർക്ക് ഫുഡ് ഒരു മെയിൻ സംഭവം ആയതുകൊണ്ട് എനിക്കത് അത്ര അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ. ഒരു വർക്കത്തില്ലാത്ത ഹണി അൽഫാം, പിന്നെ വിശപ്പിന്റെ വിളി കൊണ്ട് എങ്ങനെയൊക്കെയോ കഴിച്ച്. വീട്ടിന്റെ പുറത്തിറങ്ങിയാൽ പിന്നെ ഒരു സ്റ്റാറ്റസ് അത് നമുക്ക് നിർബന്ധം അല്ലേ. പിന്നെ അവിടുത്തെ ആംബിയൻസ് അടിപൊളിയായിരുന്നു. പിന്നെ പറ കുറച്ച് ഫോട്ടോസും കച്ചി നമ്മൾ നേരെ വിട്ടു അടുത്ത ലൊക്കേഷനിലേക്ക്. അങ്ങനെ 5-6 ഷോപ്പിൽ കയറിയെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല ഗൈസ്. അത് പിന്നെ എനിക്ക് ശീലമാണ്, അത് വിട്ടേക്ക്. ഇവനെന്താ ഈ വായും പൊളിച്ച് നോക്കിയിരിക്കുന്നത്? ചിരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഞായറാഴ്ച കോഴിക്കോട്ട് ബീച്ച് പോയില്ലെങ്കിൽ നമ്മളെന്ത് കോഴിക്കോട്ടുകാരാണെന്നുള്ളൊരു ചോദ്യത്തിൽ നമ്മൾ നേരെ വിട്ടു കേട്ടോ കോഴിക്കോട് ബീച്ചിലേക്ക്. കോഴിക്കോട് ബീച്ച് പോയാൽ പിന്നെ കയ്യും കണക്കൊന്നുമില്ലല്ലോ, എന്തൊക്കെയോ വാരി വലിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളെ ചെക്കൻ പോയിട്ട് ആർക്കൊക്കെയോ സാധനം എടുത്തു കൊടുക്കണമെന്ന് വിചാരിച്ച്. ഞാൻ വിചാരിച്ച അയാൾ പണിക്കെടുത്തുനിന്ന്. പിന്നെയല്ലേ കാര്യം മനസ്സിലായത്, ഇവൻ ഗേൾസിന് മാത്രമേ സാധനം എടുത്തു കൊടുക്കുന്നുള്ളൂ. ഏത് കത്തിയില്ലേ. അങ്ങനെ നമ്മളെ കോഴിക്കോട് ബീച്ചിലിരുന്നിട്ടേ നല്ല കറുമുറാന്നിരിക്കണ കോളിഫ്ലവർ പൊരിച്ചതും നല്ല സ്പൈസി കാടമുട്ടയും അതിൻ്റെ കൂടെ വരെ കുറച്ച് തള്ളലൊക്കെ ആയിട്ട് അത് കേട്ടിരുന്ന് ടൈം പോയത് അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ ഒരു ചായ സിപ്പ് ചെയ്ത് കുറച്ചു നേരം കടലിലേക്ക് നോക്കിയിരുന്നപ്പോഴാണ് ഞാൻ നിങ്ങൾ ആലോചിക്കണത്, നമ്മളൊക്കെ ലൈഫിൽ എത്ര തവണ ബീച്ചിൽ വന്നിട്ടുണ്ടല്ലേ, എന്നിട്ടും നമുക്ക് അതിനോടൊരു മടുപ്പ് തോന്നില്ലല്ലോ. അടുത്ത തവണ വരുമ്പോൾ അതിനുള്ള ഇഷ്ടം കൂടാന്നല്ലാതെ കുറച്ചുപോലും കുറയണില്ലല്ലോ അല്ലേ. അതൊക്കെ എന്താണെന്നിങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിച്ചിരിക്കുമ്പോഴാട്ടോ പെട്ടെന്ന് ഒരാൾ വരുന്നത്. അല്ലെങ്കിൽ ഈ മഴക്കാലത്ത് ബീച്ചിൽ പോയി നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ. മഞ്ഞയും പച്ചയും കോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചീറാപ്പുഞ്ചി എന്നുള്ള വീഡിയോ ഒക്കെ എടുക്കായിരുന്നു അല്ലേ. എന്ത് ചെയ്യണം, നമ്മളതൊന്നും എടുത്തില്ല ബൈ. പിന്നെ മഴയും കൊണ്ട് നേരെ കാറിലേക്ക് ഒരു ഓട്ട, പിന്നെ നേരെ വീട്ടിലേക്കും. അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കല്ല കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.